ഹലോ ഹായ്. നമ്മുടെ ഈ പുതിയ ഏവിയറിയിലേക്ക് വന്ന ഒരു ഗസ്റ്റാണ് നമ്മുടെ ഈ മഞ്ഞ ആമ്പൽ. ഞാൻ ഒത്തിരി നോക്കി നടന്നിട്ട് കിട്ടിയതാണ് ഈ മഞ്ഞ കളർ ആമ്പൽ. നല്ല സുന്ദരിയായ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ്, ഒരുപാട് മുട്ടുകളോടുള്ള. നമുക്കതിനെ ഈ ഏവിയറിക്കകത്ത് നമുക്കത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് ഞാനൊരു ബേസിൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതാകുമ്പം അത്യാവശ്യം വെയിലൊക്കെ കിട്ടുകയും ചെയ്യും. അവിടെ ഓക്കെയാണ്, വലിയ പരിപാടികളൊന്നുമില്ല. ഇതിൽ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ചട്ടിയോടെ എടുത്ത് അതിൻ്റെ അകത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വന്നതാണ്. നമ്മളിന്ന് ഇളക്കി നടേണ്ട ഒരു ആവശ്യമില്ല. ഇതിനി 1-2 വർഷം സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് അങ്ങിരുന്നോളും. പിന്നെ ഒരുപാട് വലുതായി തോന്നുമ്പോൾ നമുക്ക് മാറ്റി കുറച്ചുകൂടെ വലിയ പോട്ടിലോട്ട് മാറ്റാം. ഹോളൊന്നുമില്ല, ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന പോട്ടയോട് കൂടി തന്നെ നമുക്ക് ആമ്പൽ വാങ്ങിക്കാൻ പറ്റുന്നത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് വലിയൊരു ബേസിനെടുത്ത് അതിലേക്ക് ഈ ആമ്പലിനെ ഇറക്കി വെച്ച് നിറയ്ക്കുക. വെള്ളം നിറച്ചതിന് ശേഷം നമുക്കതിൽ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കതിൽ മീനുകളും കൂടി ഇട്ട് ഒരു കുട്ടി കുളം പോലെ സെറ്റ് ചെയ്യാം. ഞാൻ മുമ്പും അങ്ങനെ സെറ്റ് ചെയ്തിരുന്നതാണ്. എനിക്ക് 1-2 ആമ്പലുണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഒരെണ്ണം വാങ്ങിച്ചത്. എനിക്ക് 1-2 കളറും കൂടെ വേണമെന്നുണ്ട്. ഇതിനൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കളറൊക്കെ നോക്കാം. നമുക്ക് എല്ലാം കുറേശ്ശെ ഫ്യൂച്ചറിൽ വാങ്ങിക്കാം. നമുക്കപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടബിൽ ആവശ്യമുള്ള വെള്ളമൊക്കെ നിറച്ച് എൻ്റെ അമ്പൽക്കുളം സെറ്റായി. ഇത്രേ എനിക്കിതിൽ പണിയുള്ളൂ. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ബബിൾസൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വൈറ്റ് കളർ ബബിൾസൊക്കെ ഇട്ട് ഈ ബ്ലാക്ക് ഇതിൽ കുറച്ചും കൂടെ എടുത്ത് കാണിക്കും. പിന്നെ നമ്മൾ ഇത്രയും വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ ഇത് മാത്രം ചെയ്തിട്ട് പോയാൽ ഇത് ആമ്പൽപ്പാടം മാറി, ആമ്പൽ കുളം മാറി, കൊതുക് കുളമായി മാറും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മീനുകളെ കൂടി ഇതിൽ വിടണം. അപ്പോൾ എനിക്ക് ഓൾറെഡി ചെറിയ 2 ബേസിനിൽ മീനുകളുണ്ട്. അപ്പം ഞാൻ ഒരു ബേസിൽ നിന്ന് ഒരു കോരി ഒരൊറ്റ കോരിൽ തന്നെ എനിക്ക് ഇത്രയും പ്ലാറ്റി എനിക്ക് വന്നു. പ്ലാറ്റിയും ഗപ്പിയും മോളിയുമാണ് എനിക്കുള്ളത്. അപ്പം പ്ലാറ്റി മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കൂടി ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കൊതുവിനെ ഒന്നും പേടിക്കേണ്ട, നമുക്ക് ഒരു ഭംഗിയും ആവും, രസവും, മീനുകൾക്ക് ഒരു ഹാപ്പി. നമുക്ക് അവരെ കൂടി വിടാം. ഒന്ന് സെറ്റാവട്ടെ, ഒരു 2 സെക്കൻഡ്. ഈ വെള്ളം ആ വെള്ളമൊക്കെ ഒന്ന് തന്നെയാണ്, എന്നാലും അല്ലേ, ഒന്ന് അവരെ കൂടി ഇതിൽ വിട്ട് കഴിയുമ്പോഴത്തേക്കും ഓക്കെ. പിന്നെ ചെറിയൊരു കലക്കമുണ്ട്, അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ കലക്കമൊക്കെ മാറി സെറ്റായിക്കോളും. വിട്ടേക്കാം. അങ്ങനെ നമ്മുടെ ആമ്പൽക്കുളം സെറ്റായി. മീനുകളും ആമ്പലൊക്കെ ആയിട്ട് സൂപ്പർ. എനിക്ക് 1-2 കളർ ആമ്പലും കൂടെ വേണമെന്നുണ്ട്. പക്ഷെ അതെന്തായാലും ഇതേപോലെ ബേസിനാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമായിട്ട് ചെറിയ ടബിൽ വാങ്ങിച്ച് അത് മാത്രമായിട്ട് വെക്കുക. ഇതേപോലെ വലിയ ടബിലോട്ട് മാറ്റുന്നില്ല. കാരണം ഒരുപാട് വെയിറ്റ് നമ്മൾ ടെറസിൽ കയറ്റുന്നത് ശരിയല്ലല്ലോ. അപ്പം നല്ല രസമില്ലേ, നല്ല റെഡ് കളർ മോളിയും ഒക്കെ ആയിട്ട്. എനിക്ക് ഒരു 5-6 വർഷം മുമ്പ് ഞാനൊരു 3 പേർ പ്ലാറ്റി മീൻ വാങ്ങിച്ചതാണ്. അതിങ്ങനെ പ്രസവിച്ച് കൂട്ടി എനിക്കറിയില്ല, ഒരുപാടായി. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് ഓരോ ടബിലോട്ടും ഒക്കെ മാറ്റി ഇടാനും, അകത്തും വീടിൻ്റെ അകത്തും പുറത്തും എല്ലാം വാട്ടർ പ്ലാന്റ്സ് ഇരിക്കുന്നതിൻ്റെ അകത്തും ഒക്കെ ഞാൻ മീനുകളെ വിടാറുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല, കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. അതുകൊണ്ട് നമ്മളെപ്പോഴും വെള്ളം വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ മാക്സിമം 7 ദിവസത്തിനകം ഒന്നല്ലെങ്കിൽ വെള്ളം മാറ്റുക, അല്ലെങ്കിൽ ഇതേപോലെ മീനുകളെ വിടുക. നല്ല രസമുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.